രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുകയാണ്. 5755 പേരാണ് കോവിഡ് സ്ഥിരീകരിച്ച് നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 2000-ലേക്ക് അടുക്കുന്നു എന്നാണ് സൂചന. കഴിഞ്ഞ 24 മണിക്കൂറിനോടെ കേരളത്തിലെ 59-കാരൻ ഉൾപ്പെടെ 4 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ചു മരിച്ചത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് സ്വാഭാവികമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. കാരണം കോവിഡ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം എന്ന നിലയിൽ കണക്കുകളിൽ കേരളത്തിൽ വർധന രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. അതേസമയം രാജ്യത്ത് തന്നെ വിവിധയിടങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്ന സൂചനകളാണല്ലോ നമുക്ക് കിട്ടുന്നത്. ആരോഗ്യ മന്ത്രാലയം ഈ വർദ്ധിച്ചു വരുന്ന കോവിഡ് കേസുകളുടെ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്ത് നടപടികളാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത്? ഇത് രാജ്യത്തെ മാത്രം സാഹചര്യമാണോ അതോ ആഗോള തലത്തിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ടോ? അജീഷ്. നിലവിൽ രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ ഒരു മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ സംവിധാനങ്ങളുടെ ഒരു പര്യാപ്തതയൊക്കെ നോക്കാൻ വേണ്ടി മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ട്. ഓക്സിജൻ സംവിധാനങ്ങളടക്കം എല്ലാ സംവിധാനങ്ങളും ആശുപത്രികളടക്കം വേണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശോധനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നിലവിൽ ഇന്നലെ 400ഓളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് രാജ്യത്ത് ആകെ 5755 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ തന്നെയാണ്. 2000-ഓളം എടുക്കുന്നു കേരളത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം. കേരളത്തിന് പിന്നാലെ മധ്യപ്രദേശിലും തമിഴ്നാട്ടിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ കോവിഡ് കേസുകൾ ഉയരുന്നുണ്ട്. എന്നാൽ ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്കുള്ള ഒരു വർധന നിലവിലുണ്ടായിട്ടില്ല. 4 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കേരളത്തിലുള്ള ഒരാളാണ്. 59 വയസ്സുള്ള ഒരാളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇയാൾക്ക് മറ്റ് അസുഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങിയത്. നിലവിലെന്തായാലും രാജ്യത്ത് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ഒരു വേവ് നടക്കുന്നുണ്ട്. അതായത് ഒമിക്രോണിന്റെ JN.1 എന്ന വകഭേദം അതിൻ്റെ ഒരു വേവ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോവിഡ് കേസുകൾ ഉയരുന്നതെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് രാജ്യത്തടക്കം ഡൽഹിയിലടക്കം കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ആശുപത്രികളിലടക്കം സംവിധാനങ്ങളെല്ലാം ഉറപ്പുവരുത്താനുള്ള പരിശോധനയൊക്കെ നടന്നു വരുന്നുമുണ്ട്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കോവിഡ് കേസുകൾ വർദ്ധിക്കുമ്പോഴും എന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട്. കാരണം ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ ജാഗ്രത ആവശ്യമാണ്.